ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നടപടികൾ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗം പുറത്തിറക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കാലാവധി അവസാനിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതോടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ രാജി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ആഭ്യന്തര മന്ത്രാലയം അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇനി ആരാണ് ഉപരാഷ്ട്രപതി എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാജി, ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറിന്റെ രാജി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അംഗീകരിച്ചിരുന്നു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു. അതിന് പിറകെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെയും മുൻഗണനാ ക്രമത്തിൽ വോട്ട് ചെയ്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. അതായത് എത്ര സ്ഥാനാർത്ഥികൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടോ അതനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ ഈ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ചാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണ BJP NDA സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ NDA സഖ്യം മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഉപരാഷ്ട്രപതിയാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളതാണ്. ഭരണഘടന അനുശാസിക്കുന്നത് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ അല്ലെങ്കിൽ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുൻപേ രാജിവെക്കുകയോ കാലാവധി അവസാനിക്കുകയോ ചെയ്യുമ്പോൾ 60 ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ഉപരാഷ്ട്രപതിയെ നിയമിക്കണം എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് പോകുന്നത്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതായത് BJP NDA സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക കൂടിയാലോചനകൾ BJPക്കുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചും ഒരു സ്ഥാനാർത്ഥിയെ എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർത്താനാണ് സാധ്യതയുള്ളത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഡൽഹിയിൽ എന്നുള്ളതാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.